കഷ്ടമാണ് പറഞ്ഞിട്ട് കാര്യങ്ങൾ നമ്മളെ പറയാന്നുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ അങ്ങനെ പങ്കെടുക്കാനുള്ളതല്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ട് കാര്യമില്ലെന്നതല്ലേ. ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കുതിയില്ലേ, എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കുതിയില്ലേ, നാലാന്നും എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കുതിയില്ലേ. ചേച്ചി, ആ വിളക്ക് എവിടെയാ ഇരിക്കുന്നേ? എന്താ ഊതിക്കെടുത്താനാ? ഇന്നലെയും കൂടി, മെനിഞ്ഞാന്നും കൂടി, നാലാന്നും കൂടി. അപ്പോ ഡെയിലി കുടിയായിരുന്നല്ലേ? ആ ടാർപോളിൻ കൊണ്ടുപോയ പയ്യന്റെ പേരെന്താ? നിവിൻ പോളിൻ. അയ്യോ, എനിക്ക് സഹിക്കണില്ലേ, എനിക്ക് സഹിക്കണില്ലേ, എനിക്ക് സഹിക്കണില്ലേ. എനിക്കും സഹിക്കണില്ല. നിനക്കെന്താ സഹിക്കാൻ പറ്റാത്തത്? ചേട്ടന്റെ ഈ മുഖം കണ്ടിട്ട് സഹിക്കണില്ല. ചേച്ചി, എന്താ? ചേട്ടനെ എടുക്കട്ടെ? നല്ല വില കിട്ടുമെങ്കിൽ ആർക്കെങ്കിലും കൊണ്ടുപോയി കൊടറായി പുല്ലിനെ. അറിഞ്ഞില്ലേ? അറിഞ്ഞു, പക്ഷേ നിക്കാൻ നേരമില്ല. ഈ ചൂട്ടും കത്തിച്ച് പിടിച്ച് ഇപ്പൊ എങ്ങോട്ടാ? സിഗരറ്റ് കത്തിക്കാൻ തീപ്പെട്ടി മേടിക്കാൻ ഒരു കടയിൽ പോവുകയാ. മണ്ടൻ തന്നെ. ആ കട എപ്പോഴേ അടച്ചു കാണും. വന്ന് വന്ന് തീപ്പെട്ടിയിലും സ്ലിപ്പോ? ഇവിടെ മനുഷ്യരാരുമില്ലേ? അപ്പോ ഞാനെന്താ കുരങ്ങനാണോ? അപ്പോഴാണോ നിനക്ക് മനസ്സിലായത്? ആരാ? ഞാനാ. ഏത് മാസത്തെ നാനയാ? ഞാനയല്ല, നാലിടത്ത് സൂപ്പി. അപ്പോ ഇത് 5ാമത്തെ ഇടമായിരിക്കും അല്ലേ? കൂടെ
ഇതാരാ? വെറുതെ ഒരു ഭാര്യ. എന്താ പേര്? കാമാക്ഷി. കിടുക്കാച്ചി. ശോഭയുടെ മോളല്ലേ? ഹാ, ഈ മാമന് എത്രയാ മക്കള്? 12. അപ്പോ നത്തോലി ചെറിയ മീനല്ല. എന്താ ഈ അമ്മാവന്റെ പേര്? മഹേന്ദ്ര ബാഹുബലി. കണ്ടാലും പറയും. ചേട്ടന് മക്കളൊന്നും ഇല്ലേ? ഒറ്റയ്ക്ക് കട്ടിലിൽ കിടന്ന് പിള്ളേരെ സൃഷ്ടിക്കാൻ ഞാൻ മജീഷ്യൻ മുതുകാടല്ല. സിഗരറ്റ് കത്തിച്ചോ? ആ കട അടച്ചു. അപ്പോ സിഗരറ്റ് കത്തിച്ചില്ലേ? ഞാൻ ആ സിഗരറ്റിനെ ഓടിച്ചു ദൂരെ കളഞ്ഞു. ശോഭയുടെ മോളല്ലേ? അപ്പോ ഫേമസ് ആണല്ലേ? മൂക്കിന് താഴെ മണിയനീച്ച വന്നിരിക്കുന്നു. തട്ടിക്കള, മൂക്കി കയറിപ്പോവും. ഇത് മണിയനീശയല്ല, പിന്നെ ഇത് എന്റെ മീശയാ. എന്താ പേര്? കുശലകുമാരൻ. നാറ്റം വെച്ച് തുടങ്ങിയിരിക്കണു. അമ്മച്ചിയാണ്, ഞാനല്ല. ഈ തുണി നാറ്റം വെച്ച് തുടങ്ങിയിരിക്കണു. അങ്ങനെ അയ്യോ വന്നേ, ഗുണ്ട വന്നേ, ഈ നാട്ടിലെ ഗുണ്ട വന്നേ, നിങ്ങളെ കൂട്ടുകാരൻ ഗുണ്ട വന്നേ. അയ്യോ എപ്പോഴായിരുന്നു? എപ്പോഴാ പോയത്? രാവിലെ ഏ? രാവിലെ രാവിലെ എത്ര മണിക്ക്? 6 മണിക്ക്. ഏ? 6 മണിക്ക്. 6 മണിക്ക്. എന്തോന്ന്? 6 മണിക്ക്. എന്റെ കഷ്ടമേ, ഇതെന്തൊരു കിടന്ന കിടക്കണ അപ്പാ. അയ്യോ അയ്യോ അയ്യോ, ഞാൻ കൂടി എൻ്റെ അടുത്ത് പറഞ്ഞാണ്, മക്കളെ നീ അങ്ങോട്ട് പോകുമ്പോ അലമാരയില് പൈസ ഇരിപ്പുണ്ട്, എടുത്ത് കൊടുത്ത് നീ ചായ കുടിക്കാൻ പൈസ എടുത്തോണ്ട് പോടാ എന്ന് പറഞ്ഞതാണ്. എന്റെ കഷ്ടമേ, ഇതെന്തൊരു കിടത്താ. ഞാൻ അവിടെ എവിടെയെങ്കിലും കാണുക. അയ്യോ 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 അയ്യോ. നേരത്തോട് നേരമായിരിക്കണു. ഇനി കാക്കണോ? കാക്കണ്ട, ഉണ്ണി എത്തിയിരിക്കണോ? ഉണ്ണി വന്നോ? ഹായ്. അത് ശരി. ഇപ്പഴാ ഈ മാമന് ഉയരൊന്ന് വീണത്. അയ്യോ സത്യം സത്യം. ഉണ്ണി എന്താ താമസിച്ചത്? ഇവിടെ നിന്ന് 20 കിലോമീറ്റർ പോണം ബിവറേജിലേക്ക്. ആ. ഒരാൾക്ക് ഫുള്ള്, ഒരാൾക്ക് പൈന്റ്. ഇവൻ എന്നെ 2 ക്വാർട്ടർ,
പിന്നെ ഈ പെണ്ണും പിള്ളയ്ക്ക് കച്ചവടത്തിനായിട്ട് 10 ലിറ്റർ സാധനം ഇതൊക്കെ എടുത്തോണ്ട് വരുമ്പോ ചിലപ്പോ താമസിക്കും. ആ അത് ശരി. അല്ല ഉണ്ണി എപ്പോഴാ ഈ ബിവറേജിൽ കുപ്പി എടുക്കാൻ പോയത്? ഞാൻ രാവിലെ പോയി. എന്റെ കയ്യിൽ ഒരു 500 രൂപ ഉണ്ടായിരുന്നു, പക്ഷെ ഉണ്ണി പോയത് അറിഞ്ഞില്ല.